ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഒരു ഡ്രൈ ഫ്ലവർ അതിനെ ഒരു ഗോൾഡൻ കളറിലേക്ക് മാറ്റുന്നതാണ്. അത് സാധാരണമാതിരി ഫാബ്രിക് പെയിൻ്റ് അല്ല യൂസ് ചെയ്യുന്നത്, ഗോൾഡൻ പൗഡറും ബൈൻഡറും വെച്ചിട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു ഗോൾഡൻ ഫ്ലവർ ആക്കാമെന്ന് നോക്കാം. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഗോൾഡൻ ഫ്ലവർ ആക്കുന്നതിന് മുന്നേ ഇതൊരു റെഡ് ഫ്ലവറാണ്. ഇത് നമ്മൾ ചെയ്തത് ഡ്രൈ ഫ്ലവറാണ്. ഇത് നമ്മൾ ഇതിന് മുന്നത്തെ 2 എപ്പിസോഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒണിയൻ കട്ട് ചെയ്തിട്ടുള്ള മേലത്തെ കട്ട് ചെയ്ത ഇത് ഉണക്കിയെടുത്തതാണ്. നമ്മൾ തണലത്ത് വെച്ച് ഉണക്കണം, അതായത് വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കണം. എന്നിട്ട് അതിന് ഞാൻ ക്രിംസൺ റെഡ്, ഫാബ്രിക് പെയിൻറ്റ് ക്രിംസൺ റെഡ് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. കറക്റ്റ് നല്ല റോസ് തന്നെ. ശരിക്കും നമുക്ക് ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഗ്ലൂ ഗൺ. ഈ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമുക്കിത് ക്യാൻവാസിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. നല്ല ഭംഗിയാണ് ശരിക്കും ചെയ്യുന്നത്. സാധാരണ വലിയ ബിഗ് ഒനിയൻ സവാള എന്ന് പറഞ്ഞത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലത്തെ ഭാഗം അങ്ങനെ ഉണക്കിയതിന് ശേഷം പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് നമ്മളിന്ന് ഗോൾഡൻ ടച്ച് എങ്ങനെ കൊടുക്കാൻ നോക്കാം. വേഗം തന്നെ ചെയ്യാം. കുറച്ച് ഗോൾഡൻ പൗഡറും കുറച്ച് ബൈൻഡറും. ഞാനിത് ഒരു OHP ഷീറ്റിലേക്ക് എടുത്തിട്ടുള്ളത്. പൗഡറെല്ലാം നമുക്ക് കുറച്ച് മതി. അതിൽ കുറച്ച് ഈ പൗഡറിലേക്ക് കുറച്ച് ബൈൻഡർ, മീഡിയം അല്ല കേട്ടോ, മീഡിയവും ബൈൻഡറും കണ്ടാൽ ഏകദേശം ഒരേമാതിരിയാണ്. രണ്ടും എടുത്ത് ഇനി ഇതാ ഈ ഫ്ലവർ. ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറേ മുന്നേ ചെയ്ത് വെച്ചതാണ്. ഇതെല്ലാം നമ്മൾ ഒണിയൻ ഉണക്കിയെടുത്തതാണ്, ഒണിയൻ്റെ മേലത്തെ ഭാഗം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ നോക്കാം. ബൈൻഡറും പൗഡറും കൂടി ആവശ്യത്തിന് മിക്സ് ചെയ്തു. നല്ല ഭംഗിയാണ് ശരിക്കും. ഇതിപ്പോൾ 1 വർഷമായിട്ടുണ്ടാവും കേട്ടോ, ഞാൻ ചെയ്ത് വെച്ചിട്ട്. 1 വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇത് കംപ്ലീറ്റ് ഗോൾഡാക്കിയാൽ വേറൊരു ഭംഗി. അതല്ലാതെ ഷെയ്ഡ് കൊടുക്കണ മാതിരി ചെയ്യാം. റെഡ് അവിടെ നിർത്തിയും കൊണ്ട് റെഡിൻ്റെ അറ്റത്ത് കൂടെ മാത്രം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇത് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, അപ്പോൾ വീട്ടിലൊരു ഫങ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് തന്നെ നമ്മുടേതായ വളരെ ഈസി ആയിട്ടുള്ളൊരു വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള കോമ്പറ്റീഷന് വേണ്ടവർക്കും തന്നെ ഇതൊക്കെ ചെയ്യാം. കുറച്ച് ഗോൾഡൻ പൗഡറും കുറച്ച് ബൈൻഡറും. ഞാനിത് ഒരു OHP ഷീറ്റിലേക്ക് എടുത്തിട്ടുള്ളത്. പൗഡറെല്ലാം നമുക്ക് കുറച്ച് മതി. അതിൽ കുറച്ച് ഈ പൗഡറിലേക്ക് കുറച്ച് ബൈൻഡർ, മീഡിയം അല്ല കേട്ടോ, മീഡിയവും ബൈൻഡറും കണ്ടാൽ ഏകദേശം ഒരേമാതിരിയാണ്. രണ്ടും എടുത്ത് ഇനി ഇതാ ഈ ഫ്ലവർ. ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറേ മുന്നേ ചെയ്ത് വെച്ചതാണ്.
ഇതെല്ലാം നമ്മൾ ഒണിയൻ ഉണക്കിയെടുത്തതാണ്, ഒണിയൻ്റെ മേലത്തെ ഭാഗം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ നോക്കാം. ബൈൻഡറും പൗഡറും കൂടി ആവശ്യത്തിന് മിക്സ് ചെയ്തു. നല്ല ഭംഗിയാണ് ശരിക്കും. ഇതിപ്പോൾ 1 വർഷമായിട്ടുണ്ടാവും കേട്ടോ, ഞാൻ ചെയ്ത് വെച്ചിട്ട്. 1 വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇത് കംപ്ലീറ്റ് ഗോൾഡാക്കിയാൽ വേറൊരു ഭംഗി. അതല്ലാതെ ഷെയ്ഡ് കൊടുക്കണമായി ചെയ്യാം. റെഡ് അവിടെ നിർത്തിയും കൊണ്ട് റെഡിൻ്റെ അറ്റത്ത് കൂടെ മാത്രം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇത് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, അപ്പോൾ വീട്ടിലൊരു ഫങ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് തന്നെ നമ്മുടേതായ വളരെ ഈസി ആയിട്ടുള്ളൊരു വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള കോമ്പറ്റീഷന് വേണ്ടവർക്കും തന്നെ ഇതൊക്കെ ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്ത റോസ്. ഇതിപ്പോൾ ഇതിലിങ്ങനെ കാണുമ്പോൾ ഗോൾഡൻ ഇങ്ങനെയാണ് തോന്നുന്നത്. ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. അതെല്ലാം റെഡാണ് ഇഷ്ടമെങ്കിൽ ഇതാണ് റെഡിൻ്റെ ഫിനിഷിങ്. ഇതിൽ ക്രിംസൺ റെഡ് മാത്രം ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി തന്നെ എഡ്ജസ് മാത്രം ഞാൻ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറ്. അപ്പോൾ എഡ്ജസിന് മാത്രം ഇങ്ങനെയൊരു കളറാക്കി ഇട്ടിട്ടുള്ളത്. ഇത് പൂവിൻ്റെ ബാക്കി ഭാഗം മുഴുവൻ നമ്മൾ റെഡ് കളറും എഡ്ജസിൽ മാത്രം ഗോൾഡൻ ടച്ചും കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് ഡാർക്ക്നെസ് കുറച്ചുകൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ക്രിംസൻ്റെ കൂടെ കുറച്ച് ഗ്രീനോ ബ്ലൂവോ ഒന്ന് തൊട്ട് കൊടുത്താൽ ഈ എഡ്ജസിലൊക്കെ ഒന്ന് ഡാർക്കും ഉള്ളിൽ ക്രിംസൺ റെഡും കിട്ടും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ 2 എണ്ണത്തിൽ ഞാൻ ഈ ഒണിയൻ റോസ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അത് ലിങ്കിൽ ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ എളുപ്പമുള്ള, നമ്മൾ കളയുന്ന ഡെയിലി വീട്ടിൽ കിട്ടുന്ന സാധനമാണ്. നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ക്യാൻവാസിലോ ചെറിയ ക്യാൻവാസിൻ്റെ ബോർഡിലോ പിന്നെ MDF ബോർഡിലൊക്കെ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാൻ എളുപ്പ വഴി പറഞ്ഞു തരാം. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ബഞ്ച് ഓഫ് റോസസ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് കോമ്പറ്റീഷനൊക്കെ നമുക്ക് ഡ്രൈ ഫ്ലവർ അറേഞ്ച്മെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ചെയ്യുന്ന കോമ്പറ്റീഷൻ്റെ സബ്ജക്റ്റാണല്ലോ. അപ്പോൾ അതിനൊക്കെ കുട്ടികൾക്ക് സുഖമായി ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കുട്ടികൾക്ക് ആദ്യം ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും പ്രാക്ടീസ് ചെയ്താൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യുന്ന ആൾക്കാർ, കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.